പ്രൈസ് ദി ലോർഡ്. റാസക്കുർബാന 2-3 പ്രാവശ്യം കൂടിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ബ്രദർ 2-3 മണിക്കൂറാണ് നമ്മളെ റാസക്കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കിയത്. അത് തന്നെ വലിയൊരു അനുഭവമായിരുന്നു. ഒത്തിരി പ്രാർത്ഥിച്ച് ഒരു കുർബാനയ്ക്ക് ഒരുങ്ങുമ്പം അതിൻ്റേതായ ഫലം തീർച്ചയായിട്ടും ഇല്ലാതിരിക്കുകയില്ല. അപ്പോൾ ഇന്നലെ മുതലേ നമ്മൾ കുർബാനയ്ക്ക് രാവിലെ മുതലേ ബ്രദർ പറഞ്ഞായിരുന്നു കുർബാനയ്ക്കയുടെ ഒരുക്കത്തെ പറ്റി. അപ്പോൾ ഇന്നലെ ഒരു 7 മണി മുതലേ നമ്മൾ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലം എനിക്ക് തോന്നുന്നത് കുർബാനയെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു വലിയ ദിവ്യ അനുഭവം ഉണ്ടായെന്ന് തോന്നുന്നത്. നല്ലൊരു അനുഭവത്തിലാണ് ആരാധനാ സമൂഹം നിന്നത്. നമുക്കത് പ്രത്യേകം ഫീൽ ചെയ്യുമായിരുന്നു. സർവാധിപനാം കർത്താവേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എൻ്റെ മാമോദീസായും ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേര് ചൊല്ലി കർത്താവ് വിളിച്ച് പറയുന്ന സ്വരവും ചെങ്കടലിൽ മുക്കുന്നത് എൻ്റെ പാപമാകുന്ന ഭാണ്ഡക്കെട്ടുകൾ എന്തൊക്കെയാണ് ഇനിയും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് അതൊക്കെ മുക്കി തമ്പുരാൻ്റെ കൃപയിലേക്ക് ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്കും കൂടുതൽ നടന്നെടുക്കേണ്ടതൊക്കെ പെട്ടെന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നു. ഒത്തിരി അനുഭവമായിരുന്നു മരിച്ചവരെ ഓർക്കാനും. അപ്പോൾ ദൈവവുമായുള്ളൊരു ഇൻറ്റിമസി, ഒരു ബന്ധം ആ സമയത്ത് എനിക്ക് കൂടുതലായിട്ടുണ്ടായ പോലെ തോന്നി. പ്രത്യേകമായ ബലിയുടെ സമയത്ത് ഈശോയോടുള്ള സംസാരത്തിൽ ബലിയുടെ അർപ്പണം കൂടുതൽ മനോഹരമാക്കാൻ എനിക്ക് സാധിച്ചു. സാഷ്ടാംഗ പ്രണാമം പ്രാർത്ഥന വളരെ വളരെ ഹൃദ്യതയായിരുന്നു, വളരെ അനുഭവമായിരുന്നു. അച്ഛൻ്റെ ആ പാട്ട് ഞാനങ്ങ് നോക്കി ലയിച്ചു. കണ്ണിക്കൂടെ അച്ഛൻ ബ്രദറിനെല്ലാം പറഞ്ഞ പോലെ അറിയാതെ ഇങ്ങനെ കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയായിരുന്നു. നല്ലൊരു സ്വർഗീയ അനുഭവത്തിലെത്തുന്നത് പോലെ നമ്മുടെ ഭാരമെല്ലാം പോയി മനസ്സിൽ വളരെ ശാന്തതയും സമാധാനവും ഉണ്ടായി. വളരെ വളരെ അനുഭവമായിരുന്നു. ഓരോ പ്രാർത്ഥനയും നന്നായി ഏറ്റുചൊല്ലാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനും സാധിച്ചു. ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു.